വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ റെസിപ്പി പല ഒക്കേഷനിലും സെർവ് ചെയ്യുന്ന അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ട്രഡീഷണൽ സ്വീറ്റായ അരിയട അല്ലെങ്കിൽ എലട എന്നും പറയും. റൈസ് ഡോയിൽ സ്വീറ്റ് ഫില്ലിംഗ് വെച്ച് സ്റ്റീം ചെയ്തെടുക്കും. ഇതിൻ്റെ ഫില്ലിംഗ് പല ടൈപ്പ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്ന് ജാഗ്രി ഫില്ലിംഗിലാണ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. ആദ്യം മാവ് കുഴച്ചെടുക്കാൻ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആമീസ് അല്ലെങ്കിൽ ഏതൊരു പുഴുങ്ങലരി പൊടി വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഇളം ചൂടുവെള്ളം വെച്ച് നല്ല സ്മൂത്ത് ഡോ ആക്കി കുഴച്ചെടുക്കാം. ഇനി ഫില്ലിങ്ങിന് പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് 2 ചെറിയുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് സോട്ടായി വരുമ്പോൾ 3 ആണി ജാഗ്രി ഇട്ട് കൊടുക്കാം. വേഗം മെൽട്ടായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ജാഗ്രി ഇട്ടിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജാഗ്രി സിറപ്പ് കംപ്ലീറ്റ് മെൽട്ടായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്താൽ മാത്രം പോരാ, ജാഗ്രി സിറപ്പിൽ തേങ്ങ കുക്കായി സോഫ്റ്റ് ആവണം. എന്നാലേ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫില്ലിങ് കറക്റ്റ് സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അട കഴിക്കാനും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അട കഴിക്കുമ്പോൾ ഫില്ലിങ്ങിൻ്റെ അടുക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി കുഴച്ച് വെച്ച മാവിൽ ഒരു ചെറിയ ബോൾ എടുത്ത് വാഴയിലയിൽ വെച്ച് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. തിന്നായിട്ട് പരത്തിയെടുത്താൽ മാത്രമാണ് തിന്നുമ്പോൾ ഫില്ലിങ്ങിൻ്റെയും മാവിൻ്റെയും പ്രൊപ്പോർഷൻ ഒരേപോലെ ആയിട്ട് തോന്നാൻ. തടിയിൽ പരത്തിയെടുത്താൽ മാവ് കൂടുതൽ പോലെ ഉണ്ടാവും, അത്ര ടേസ്റ്റി ആവില്ല. ഇനി ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ നല്ല ജ്യൂസി ടെക്സ്ചറിലാണ് ഫില്ലിങ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ സൈഡിലേക്ക് ഞാൻ അധികമായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ സീൽ ചെയ്തെടുക്കുമ്പോൾ അത്ര നീറ്റ് ഉണ്ടാവില്ല. എന്തായാലും ഷേപ്പ് ചെയ്ത് കുക്കായി വരുമ്പോൾ ഫില്ലിങ് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഉണ്ടാവും. എന്നിട്ടൊരു ഹാഫ് മൂൺ ഷേപ്പിൽ ഇതുപോലെ ഇലയോടുകൂടി മടക്കി കൊടുക്കാം. സൈഡെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് നീറ്റാക്കി എടുത്താൽ മതി. ഇതുപോലെ എല്ലാ അടയും പരത്തിയെടുത്ത ശേഷം സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. സ്റ്റീമറിൽ ഓൾറെഡി ഒരു വായില വെച്ചിട്ടുണ്ട്, ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഞാനിത് ചെറിയ സ്റ്റീമർ ആയതുകൊണ്ട് വീഡിയോയിൽ നീറ്റിൽ കാണാൻ വേണ്ടിയാണ് ഒന്ന് മാത്രം ഇട്ട് കുക്ക് ചെയ്യുന്നത്. സ്റ്റീമറിൻ്റെ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെക്കാം. മേലെ മേലെ വെക്കുമ്പോൾ കുക്കാവാൻ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നല്ല പൂ പോലെയുള്ള അരിയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബീച്ചു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ.